ഹലോ ഹായ്. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ടോപ്പിൽ ഹാങ്ങിങ് ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറിന് ഈ ടോപ്പിൽ 2 വള്ളി വെച്ചിട്ട് ഹാങ്ങിങ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ തന്നെ വാങ്ങിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ ഈ ഹാങ്ങിങ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് 2 വള്ളി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ടോപ്പിൽ ഫിറ്റ് ചെയ്യണത് ഞങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് ബോട്ടത്തിൻ്റെ പീസാണ്, മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിന് ഫിറ്റ് ചെയ്യാനുള്ള വള്ളി ചെയ്യണത് കേട്ടോ. ഇതാണ് നമ്മൾ ഇത് ചെയ്യാനുള്ള ടോപ്പ് കേട്ടോ. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇനി ഞാനിതൊരു 1.25 ഇഞ്ച് വീതിയൊക്കെ വന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് നമ്മൾ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ തയ്യൽ പുറത്ത് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇത് ഇങ്ങനെ രണ്ടാക്കി, ഇത്രയും വീതിയിലുള്ളത് രണ്ടാക്കി മടക്കിയിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എന്തെങ്കിലും വെച്ചിട്ട് മറിച്ച് എടുക്കാം. അതിൻ്റെ തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ ഇത് മറിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. വീതി അധികമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മറിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഞാനിത് ഒരു ഇതെടുത്തിട്ട് ഈർക്കിലെടുത്തിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി മറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് മറിഞ്ഞിട്ടും ക്രോസായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും എളുപ്പത്തിൽ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് നേരെയുള്ള പീസ് തന്നെയാണ് എടുത്തത്. നമുക്ക് ഈ അറ്റത്ത് പിടിച്ചിട്ട് ഇതെങ്ങനെ മറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇനി ഈ ഹാങ്ങിങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചിരുന്നതാണ്. അത് ഞാൻ രണ്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് കടത്തി കൊടുക്കണം. നമ്മൾ ചെയ്ത വള്ളിയുടെ തുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കടത്തിയിട്ടിട്ട് ഇതിൻ്റെയും ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ചിലർ ഇതിങ്ങനെ വെറുതെ കെട്ടിയിടും. ഞാനിത് സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. പലരും പല രീതിയിൽ ചെയ്യാം. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഹെമ്മിങ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യണത് കൊണ്ട് പിന്നെ വിട്ടു പോരില്ല. സ്റ്റിച്ച് നല്ല 2-3 സ്റ്റിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോരുമെന്നുള്ള പേടി വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിത് 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് ടോപ്പിലേക്ക് ഫിറ്റ് ചെയ്തെടുത്താൽ മതി. 2 ടോപ്പിൻ്റെ ബാക്കിൽ കഴുത്തിലേക്ക് വച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇറക്കമുള്ള ബാക്ക് കഴുത്താണെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ഇറക്കമൊന്നുമില്ല ഈ ബാക്കിലെ കഴുത്തിന്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ ഒരു 2 ഇഞ്ച് 1.5-2 ഇഞ്ച് താഴെ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ 2 സൈഡും ഒരേ അളവിൽ തന്നെ നോക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരെണ്ണം ഇറങ്ങി കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയാവില്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരെണ്ണം അടിച്ച അതേ അളവിൽ തന്നെ നോക്കിയിട്ടാണ് അടുത്തതും ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 1.5 ഇഞ്ച് താഴെ നിന്നാണ് ചെയ്യണത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞാനിത് ചെയ്തപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ബെല്ലൈക്കൺ അമർത്താം. പിന്നെ എൻ്റെ വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കെട്ട് ബാക്കിൽ കെട്ടിക്കൊടുക്കാം നമുക്ക്. ഇട്ട് കഴിയുമ്പോൾ ആ ടോപ്പ് നമ്മൾ ബോഡിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടണ പോലെ ഇങ്ങനെ ഒരു കെട്ട് ചെയ്ത് കൊടുത്താൽ കണ്ട. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കഴിഞ്ഞത് ഇപ്പോൾ ബാക്കിൽ ഇങ്ങനെ കിടക്കും. അത് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതാണ്. കണ്ട. അപ്പോൾ അതിനൊരു കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് ഇരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.